പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ അട ഉണ്ടാക്കിയിരുന്നത് അരിപ്പൊടി കൊണ്ടുള്ളത് മാത്രമല്ലായിരുന്നത്. ഫില്ലിങ്സ് ആണെന്നുണ്ടെങ്കിൽ തേങ്ങയും ശർക്കരയും മാത്രമായിട്ടുള്ളത്. പിന്നീട് അത് നമ്മൾ ഗോതമ്പ് കൊണ്ടും റാഗി കൊണ്ടും അതുപോലെ ഫില്ലിങ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ സാധനങ്ങളൊക്കെ ചേർത്തിട്ടും അതുപോലെ മസാല കൊണ്ടുള്ള അട വരെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ പല പല വെറൈറ്റി അടകൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ ഇഷ്ടം പ്രകാരം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലൊരു വെറൈറ്റി അടയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അട എന്ന് പേരേ ഉള്ളൂ, അതിൻ്റെ ഷേപ്പൊന്നുമില്ല, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ ഒരു 4 കഷ്ണം ശർക്കര ഉരുക്കാൻ വെച്ചു. അതുപോലെ പഴവും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏലക്കായ പൊടിക്കാൻ സമയമില്ലാത്ത കാരണം ഒരു 4 ഏലക്കായ 2 കഷ്ണമാക്കിയിട്ട് നമ്മൾ ആ ഉരുക്കുന്ന ശർക്കരയല്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം. അതേപോലെ തന്നെ ഇലയും നമുക്ക് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ വാട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് ഞാൻ സ്ഥലകാല ബോധമൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മക്കൾ സ്കൂള് വിട്ടിട്ട് വരാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സ്പീഡിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമ്മൾ ഉരുകി വന്ന ശർക്കര നമ്മൾ ഈ തേങ്ങയിലേക്ക് ഒഴിച്ചെടുക്കാം. പിന്നെ പഴം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുക കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ല ലൂസായിട്ടുള്ള പരുവത്തിൽ എടുത്താൽ മതി. പിന്നെ ഒരു 400 ഗ്രാം അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിൽ കുറച്ച് ഉപ്പും ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഇലക്കഷ്ണത്തിൻ്റെ നടുവിൽ ഒരു ടേബിൾ സ്പൂൺ കണക്ക് വെച്ചിട്ട് 4 മടക്കി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നു കേട്ടോ. നല്ല മണവും അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ വഴനയിലല്ലേ അതിൽ വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കൊരിക്കൽ പരീക്ഷിച്ച് നോക്കി നോക്കാം. അപ്പോൾ ഏതായാലും മക്കൾ വരുന്ന സമയമാകുമ്പോഴേക്കും ഇത് കറക്റ്റ് വെന്ത് കിട്ടിയിട്ടാ. അപ്പോൾ ആദ്യത്തെ പീസാണിത്. അപ്പോൾ ഞാനും ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.